അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഒരു വ്യത്യസ്ത തലത്തിലുള്ളൊരു പ്രൊജക്റ്റ് അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ലോകവും മാത്രമല്ല നമ്മുടെ ഭരണകൂടവും നമ്മുടെ സമൂഹവുമെല്ലാം ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള പീപ്പിൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരല്ല എന്ന് വാദിക്കുകയും ഒരു സിംഹഭാഗവും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനാവാതെ ഉപയോഗപ്പെടുത്താനാവാതെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു എന്നൊരു സത്യം നാം ആ ഒരു കാര്യം വസ്തുതാപരമായ അന്വേഷണം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള പീപ്പിളിന് സ്റ്റാർലൈറ്റ് സ്കോളേഴ്സ് അക്കാഡമി ഒരു പറയുന്ന ഒരു വിദ്യാഭ്യാസ സംരംഭമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, മാത്രമല്ല അവർ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്, അതിനുള്ള അനുയോജ്യമായിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് നമ്മൾ ഇന്ന് ലക്ഷ്യമാക്കുന്നത്. മാത്രമല്ല ഈ ഒരു വിദ്യാഭ്യാസ സംരംഭത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം ഒരു ചോദ്യചിഹ്നമാണ്. മാത്രമല്ല എങ്ങനെയാണ് ആഗോള സമൂഹത്തിൽ ഇതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നതും നമ്മുടെ ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് എന്തിനാണ് നമ്മൾ ഈ സ്കൂൾ തുടങ്ങുന്നതെന്ന്. ലോകത്തിലെ 100 കോടിയിലധികം ജനങ്ങൾ ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിൽ അവിടെ അവർക്ക് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള 100 കോടി ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അവർക്ക് അവരുടെ കഴിവുകൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള അവരുടെ ഒരു മേഖലകൾ, പ്രവർത്തന മണ്ഡലം സമൂഹം തുറന്നു കൊടുക്കുന്നില്ല. അതിൽ തന്നെ പല ആളുകളും പല ബുദ്ധിമുട്ടുകളും കൂടി നേരിടുന്ന ഒരു കാര്യം നാം തിരിച്ചറിയണം. കാരണം അവരിൽ പലർക്കും സാമ്പത്തിക സഹായം, വിദ്യാഭ്യാസ ചെലവിന് മാത്രമല്ല അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പോലും അവർക്ക് അത് പര്യാപ്തമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യകത വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വിദ്യാഭ്യാസ സംരംഭത്തിന് പ്രസക്തി കൂടുതലാണ്. മാത്രമല്ല നമ്മൾ ഇതിലൂടെ അവർക്ക് വിദ്യാഭ്യാസം അവർക്ക് അനുയോജ്യമായ രീതിയിലൂടെ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഇനി നമ്മൾ ആരൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ, ഈ ഒരു സംരംഭത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നത് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ആഗോളതലത്തിൽ തന്നെ ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന പല ആളുകളുണ്ട്. അവർക്ക് അവരുടെ പഠന കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നില്ല. അത് കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നത്തിനൊരു പരിഹാരം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഓട്ടിസം പോലത്തുള്ള രോഗങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നം, ഒരു വെല്ലുവിളിയായിട്ടുള്ളത് അവർക്ക് അവർക്ക് ഒരു പ്രശ്ന പരിഹാരമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സംരംഭം അവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഈ സെൻസറി, അതായത് ഇന്ദ്രിയ പ്രശ്നങ്ങൾ നേരിടുന്ന കാഴ്ച, കേൾവി തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിമിതി നേരിടുന്നവരും നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്കോളർഷിപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ വെല്ലുവിളികളെ പരിഹരിക്കുന്നതിനും അവരുടെ സാമ്പത്തിക സഹായങ്ങൾ പര്യാപ്തമല്ല എന്നുള്ളതാണ് നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്കോളർഷിപ്പും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസ സംരംഭം ഏറ്റവും കൂടുതൽ വളരെ വളരെ ആഗോളതലത്തിൽ തന്നെ സ്വാധീനിക്കപ്പെടാനും ആഗോളതലത്തിൻ്റെ അനിവാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു ക്യാമ്പസ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ക്യാമ്പസിൻ്റെ നിർമ്മാണം. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡായ ആൾക്കാർക്ക് ഉണ്ടാക്കി അവർക്ക് ആവശ്യമായ എന്തൊക്കെ ഉപകരണങ്ങൾ ആവശ്യമുണ്ട്, നമ്മൾക്ക് സാങ്കേതിക വിദ്യ ഒക്കെ അവിടെ നൽകൽ നിർബന്ധമാണ്. കാരണം നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമ്മളതിൻ്റെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പസ് ഒരു കണ്ണ് കാണാത്ത കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾക്കാർ, അങ്ങനത്തെ ഒരു വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വേണ്ടി ബ്രെയിലി ലിപിയുള്ള സൈനേജ് സിസ്റ്റമുകൾ, എല്ലാ ക്ലാസ് റൂമുകൾ, എല്ലാ ബിൽഡിങ്ങിലെ എല്ലാ റാമ്പോ, എല്ലാ ടേണുകളിൽ നമ്മൾ ആ ബ്രെയിലി ലിപി സൈനേജുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു കെട്ടിടത്തിനെ മറ്റു കെട്ടിടത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ആ
കുട്ടിക്ക് അഥവാ വീൽ ചെയർ കൊണ്ട് പോകാൻ വേണ്ടിയാണെങ്കിൽ എല്ലാ ബിൽഡിങ്ങിലും മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോകാൻ റാമ്പുകൾ, എലിവേറ്ററുകൾ, അതുപോലെ പല ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാമ്പസിൽ നമ്മൾ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ക്യാമ്പസിലെ ന്യൂറോ ഡൈവേഴ്സായ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ശാന്തമായ ഒരു റൂം കിട്ടൽ അവർക്ക് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു സെൻസറി റൂം, അവർക്ക് ശാന്തമായ റൂം, ഒരു ഒച്ചപ്പാടൊന്നുമില്ലാത്ത, അതുപോലെ ഓർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഓൾക്ക് ആവശ്യമായ ലൈറ്റ് കിട്ടാനുള്ള അങ്ങനത്തെ ഒക്കെ സൗകര്യം ചെയ്തതല്ല ഒരു ചെറിയ ചെറിയ റൂമുകൾ, അവർക്ക് വേണ്ടിയുള്ള ക്ലാസ് റൂമുകൾ, അങ്ങനത്തെ പ്രത്യേക ക്ലാസ് റൂമുകൾ അവൾക്ക് വേണ്ടി അങ്ങനെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തായിട്ട് നമ്മൾ ഈ ആക്സസിബിലിറ്റി അപ്പുറത്തായിട്ട് നമ്മൾ ഒരു പുതിയ സജ്ജീകരണം, ഇപ്പോൾ ലോകത്തെ വളരെ കൂടുതലായി നടക്കുന്നത് AI, അതുപോലെ മോഡേൺ ടെക്നോളജീസുകളാണ്. അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് നമ്മൾ ഈ ക്യാമ്പസ് സജ്ജീകരണം ചെയ്താൽ നമ്മൾ അനിവാര്യമാണ്. കാരണം ഈ ലോകത്ത് ഇത്രത്തോളം ധാരാളം ടെക്നോളജി ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ അത് ഈ ലോകത്ത് ഈ ക്യാമ്പസിൽ ഉൾക്കൊള്ളിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ബാക്ക്ലോഗാണ്. അതുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പസിൽ അവർക്ക് ആവശ്യമായ സ്പെഷ്യലൈസ്ഡ് ലാബ്സുകൾ, അതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ 2024-28 പാരാ ഒളിമ്പിക്സിൽ വെച്ച് നോക്കിയാൽ 28 പാരാ ഒളിമ്പിക്സിൽ 24 ഗോൾഡിലേക്ക് കരസ്ഥമാക്കി ഇന്ത്യക്ക് തന്നത് ഈ പാരാ ഒളിമ്പിക്സിലുള്ള മത്സരാർത്ഥികളാണ്. അതുപോലെ നമ്മൾ പോലത്തെ സാധാരണ ആൾക്കാർ ആകെപ്പാടെ 6 ഗോൾഡ് നമ്മൾക്ക് ഇന്ത്യക്ക് കരസ്ഥമാക്കി തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് എന്താ മനസ്സിലാണ്, ഇങ്ങനത്തെ ആൾക്കാർക്ക് ധാരാളം കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവുകൾ അവർക്ക് ആ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ധാരാളം സ്പോർട്സുകൾ അവർക്ക് അവരുടേതായ രൂപത്തിൽ സ്പോർട്സ് കളിച്ച് അതിലേക്ക് മികവുറ്റ് വരാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ധാരാളം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് ആവശ്യമായ പഠന രീതിയിലുള്ള പഠന കരിക്കുലമുകൾ, അതായത് അവർക്ക് ആവശ്യമുള്ള മാത്സ് ആണെങ്കിൽ ആ മാത്സിൻ്റെ, അതുപോലെ IT, അതുപോലെ എല്ലാ വിഷയത്തിൻ്റെ എല്ലാ സബ്ജക്റ്റും അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ, ഇപ്പോൾ കാഴ്ച കാണാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ അവർക്ക് ബ്രെയിലി ലിപിയിൽ ആയിട്ട് അതുപോലെ തന്നെ പഠിപ്പിക്കാൻ നമ്മളെ ബാധിച്ചത്. അപ്പോൾ ഒരു ബുക്ക് നിർമ്മിക്കുമ്പോൾ ആ ബുക്കിൽ കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ബ്രെയിലി ലിപി സൈനേജുള്ള അങ്ങനത്തെ ഒരു ബുക്കുകൾ നിർമ്മിച്ച്, അതുപോലെ അങ്ങനത്തെ ടീച്ചറുകൾ നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ കണ്ണ് കാഴ്ച കാണാത്ത ആൾക്കാർക്ക് വേണ്ടി അവർക്ക് കണ്ണ് കാഴ്ച കാണാത്ത ആൾക്കാർക്ക് വേണ്ടി പഠിപ്പിക്കാനായിട്ട് കാഴ്ചയുള്ള ആൾക്കാരുകൾ, കാഴ്ച ഇല്ലാത്ത ആൾക്കാർ രണ്ടും ഒരുമിച്ച് നിലനിർത്തിയാണ് നമ്മളിവിടെ പല വ്യത്യസ്ത തരങ്ങളുള്ള കരിക്കുലം നമ്മളിവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ പദ്ധതികൾ പറയാൻ വേണ്ടി അടുത്ത എൻ്റെ സുഹൃത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ ടീമിനെ ബിൽഡ് ചെയ്യുന്ന വിഷയത്തിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡൈവേഴ്സ് ഹയറിങ്, അപ്പോൾ ഡൈവേഴ്സ് ഹയറിങ് ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ ജീവനക്കാരായിട്ട് നിശ്ചയിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് 50% നമ്മൾ നൽകുന്നത് ഭിന്നശേഷിക്കാരായ, അതായത് സമുദായം മാറ്റി നിർത്തപ്പെടുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാർ. പൊതുവെ ആൾക്കാർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊരു വെറും വാക്കിന് മാത്രം പറയുന്ന, മനസ്സിൽ ഡിസേബിൾഡ് എന്ന് പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ 50% തൊഴിലാളികളാക്കുന്നത്. അത് ഇനി അവർക്കുള്ള കൗൺസിലേഴ്സ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, എന്തായാലും അത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ സാഹചര്യത്തിൽ പഠിച്ചു വളരാനും അവർക്ക് സ്വന്തമായിട്ട് ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാനും അത് സഹായിക്കും. അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ട്രെയിനിങ്, ഔട്ട് ഗോയിങ് സപ്പോർട്ട്, നമ്മൾ അവർക്ക് പരമാവധി സപ്പോർട്ട് നൽകുക. അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് ലഭ്യമല്ലാത്ത കാര്യങ്ങൾ അവരുടെ ആവശ്യാനുസരണം നമ്മൾ അവർക്ക് നൽകും. അതുപോലെ തന്നെ ഇന്നോവേഷൻ സെൻറ്റർ, ഈ ഇന്നോവേഷൻ സെൻറ്ററുമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഒരു റിസർച്ച് സെൻറ്ററാണ്. AI ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് നൂതനമായ മാർഗത്തിൽ എങ്ങനെ ഈ ഒരു സ്കൂളിനെ അവർക്ക് ഗവേഷണം ചെയ്തിട്ട് ഈ സ്കൂളിൽ നിന്ന് പലതരത്തിലുള്ള സ്കോളേഴ്സിനെ നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഇന്നോവേഷൻ സെൻറ്ററുമായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ അവർക്ക് ഈ ഇന്നോവേഷൻ സെൻറ്ററുമായി അവർ ഗവേഷണം നടത്തിയിട്ട് പലതരത്തിലുള്ള സ്കോളേഴ്സിനെ നമുക്ക് ഈ സ്കൂളിന് മുഖേന ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഉള്ള നേട്ടം എന്ന് വെച്ചാൽ ഗ്ലോബലി, ആഗോളതലത്തിൽ നമുക്ക് ഈ ഡിസേബിൾഡ് ആയ ആൾക്കാരെ ശ്രദ്ധിക്കാനായിട്ട് ഒരു സ്കൂൾ ഈ കേരളത്തിൻ്റെ നാട്ടിൽ ഇവിടെയുണ്ട് എന്ന് ഗ്ലോബലി ശ്രദ്ധ നേടും. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക്
ഗ്ലോബലി കോഴ്സുകൾ നൽകാൻ കഴിയും. 90% എംപ്ലോയ്മെൻറ്റ് ഉറപ്പാക്കുന്ന ഒരു കോഴ്സിനെ, ഓൺലൈൻ കോഴ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഒരു ശ്രദ്ധ നേടിയ ഒരു സ്ഥാപനമാകിയിട്ട് നമുക്കിത് മാറ്റാൻ കഴിയും. ഇപ്പോൾ ഇത്രയും പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന ഈ പദ്ധതി ലോകത്തിൽ തന്നെ അമേരിക്ക പോലും ഇതുപോലത്തെ ഒരു പദ്ധതിയെ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു പക്ഷേ സ്വപ്നമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പദ്ധതി ആയിരിക്കും ഈ ഒരു പദ്ധതി. അത് ഞങ്ങൾ 1 നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം നമ്മൾ കഴിയുന്നതിൻ്റെ ഏറ്റവും പരമാവധിയിലേക്ക് എത്തിക്കണം. അതിന് നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൂടി ആവശ്യമുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ, ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഇവിടെ അധികൃതർക്ക് നമ്മൾ നൽകുന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാവുന്നതാണ്. താങ്ക് യു അലോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.